ജനപ്രിയ നായകൻ ദിലീപിൻ്റെ പിറന്നാളോടനുബന്ധിച്ചിട്ടുള്ള ബബ്ബബ്ബ എന്ന് പറഞ്ഞ ഒരു ടീസർ റിലീസിനെ കുറിച്ചും ആ ഒരു സിനിമയുടെ പ്രതീക്ഷകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദിലീപ് മോഹൻലാൽ ഈ ഒരു കൂട്ടുകെട്ടുകളുടെ സിനിമകൾ, വളരെ കുറച്ച് സിനിമകളേ ഉള്ളൂ, പക്ഷേ ഇവർ രണ്ടുപേരും എന്താ പറയുക, ഒരു വല്ലാത്തൊരു കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ ആ ഒരു സിനിമകളെ കുറിച്ചൊക്കെയാണ് ഞാനിന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാലേട്ടൻ്റെ ഒരു ഭാഗ്യവർഷമായിരുന്നു 1991. കാരണം ആ വർഷമാണ് ലാലേട്ടന് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് കിട്ടുന്നത്. അതിനു മുമ്പ് 89 കിരീടം എന്നുള്ള സിനിമയ്ക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ് നാഷണൽ ലെവലിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു മികച്ച നടനുള്ള ഒരു മെയിൻ അവാർഡ് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. ആ വർഷം ലാലേട്ടന് സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ നല്ല സിനിമകൾ ലാലേട്ടന് ആ വർഷം ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നും റിപ്പീറ്റായിട്ട് കാണുന്ന കുറേ സിനിമകൾ, അതിൽ കിലുക്കമുണ്ട്, ഭരതമുണ്ട്, അഭിമന്യു ഉണ്ട്, അങ്ങനെ കുറേ സിനിമകളുണ്ട് അതിൽ, ഉള്ളടക്കം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ദിലീപ് മോഹൻലാൽ കൂട്ടുകെട്ടുകളെ കുറിച്ചാണ്. അപ്പോൾ ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ ലാലേട്ടൻ സിനിമയിലെത്തി സൂപ്പർ സ്റ്റാർ ആയ ശേഷമാണ് ദിലീപ് സിനിമയിലേക്ക് വരുന്നത്. പക്ഷേ അദ്ദേഹം നമുക്കറിയാം മിമിക്രി താരമായി വന്നു, പിന്നീട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് ചുവടുവയ്ക്കുന്നത്. അപ്പോൾ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് 1991 തന്നെയാണ്. ഈ പറഞ്ഞ ലാലേട്ടൻ്റെ കരിയറിൽ ഒരു വലിയൊരു പ്രത്യേകത നിറഞ്ഞൊരു വർഷമാണ് ദിലീപ് എന്ന് പറയുന്ന നടൻ അദ്ദേഹം ചുവട് വയ്ക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അന്നൊന്നും ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു ജനപ്രിയ നായകനാവുമെന്നോ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ദിലീപേട്ടനാവുന്നൊന്നും അന്ന് സിനിമാ ലോകം ഒന്നും പ്രതീക്ഷിച്ച് കാണില്ല. കാരണം അങ്ങനെയല്ലായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു രൂപം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാവരും പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന മിമിക്രിയിലെ ആൾക്കാരൊക്കെ പറയും, ഒരിക്കലും ഈ ഒരു നടൻ വലിയൊരു സൂപ്പർ സ്റ്റാർ ലെവലിലോട്ട് എത്തുമെന്നൊന്നും വിചാരിച്ചതല്ല. അന്ന് ആദ്യമായിട്ട് ദിലീപ് ക്ലാപ്പ് അടിച്ചത് ഒരു മോഹൻലാൽ സിനിമയ്ക്ക്, അന്ന് വിഷ്ണു ലോകം എന്ന് പറയുന്ന സിനിമ. അതിലാണ് കമൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്, ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം ഉള്ളടക്കം എന്ന് പറയുന്നൊരു സിനിമ. അപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ ദിലീപിൻ്റെ സിനിമ, ലാലേട്ടൻ ദിലീപ്, മോഹൻലാൽ ദിലീപ് കൂട്ടുകെട്ടുകൾ ഒന്നിച്ച സിനിമകൾ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് പറയേണ്ട പേരുകൾ ആദ്യം വിഷ്ണു ലോകവും ഉള്ളടക്കമാണ്. കാരണം ഇതിലാണ് അവർ ആദ്യമായിട്ട് ബിഹൈൻഡാണ്, ഒരാൾ എന്താ പറയുക, ക്യാമറയ്ക്ക് പിന്നിലാണെങ്കിലും കൂടിയും അവർ ഒന്നിച്ചത് ആ ഒരു സിനിമകളിൽ, ഈ രണ്ട് സിനിമകളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം കുറേ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ദിലീപ് കുറേ സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ കൂടെയൊന്നും അധികം സിനിമകൾ വർക്ക് ചെയ്തിട്ടില്ല. കാരണം കമൽ മോഹൻലാൽ ഒരു സിനിമ പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് അത് എഴുതുകയാണ് സംഭവിക്കുന്നത്. പിന്നെ ദിലീപ് സിനിമയിലേക്ക് വന്നു, നടനായി, ഈ പറഞ്ഞ സഹനടൻ വേഷങ്ങളും കോമഡി വേഷങ്ങളൊക്കെ ചെയ്ത് പിന്നീട് നായകനായി. സല്ലാപം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ അദ്ദേഹം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നായകൻ, എന്താ പറയുക, ആ ഒരു നായക ലെവലിൽ തന്നെ എത്തി. അത് കഴിഞ്ഞിട്ടും അദ്ദേഹം ഈ പറഞ്ഞ പോലെ കൂട്ടക്കളിയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളൊരിക്കൽ സ്വപ്നലോകത്തെ ബാലഭാസ്കർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിരുന്നു. അദ്ദേഹം നായകനായി നിൽക്കുന്ന സമയത്ത് തന്നെ ജയറാമിൻ്റെ ഡ്രൈവറുടെ വേഷം ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് നല്ല സിനിമകളുടെ, വിജയിക്കുമെന്ന് ഉറപ്പുള്ള സിനിമകളുടെ ഭാഗമാവുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നു. അതിലുള്ളൊരു സിനിമയായിരുന്നു 97 റിലീസ് ചെയ്ത വർണ്ണപ്പകിട്ട്. വിശേഷി മോഹൻലാൽ കൂട്ടുകെട്ടുള്ള കുറച്ച് നാളുകൾക്ക് ശേഷം ഒന്നിച്ച ഒരു സിനിമയായിരുന്നു. ആ വിഷുവിന് വിന്നർ തന്നെയായിരുന്നു. വേറെയും സിനിമകളുണ്ട്, ജയറാമിൻ്റെ സൂപ്പർമാനും ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ പോലത്തെ സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും വർണ്ണപ്പകിട്ട് ഒരു എന്താ പറയുക, വിഷുവിന് വിജയിച്ച ഒരു സിനിമ തന്നെയായിരുന്നു. ആ സിനിമ കണ്ടവർക്കറിയാം, അതിൽ ദിവ്യ ഉണ്ണി, ലാലേട്ടൻ്റെ ആദ്യകാലത്തെ കാമുകിയായിട്ട് ദിവ്യ ഉണ്ണി, പിന്നീട് ലാലേട്ടൻ മീനെ ഒരു ഭാര്യയാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത്. അതിൻ്റെ സിനിമയുടെ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. 2 നായികമാരാണ്. പ്രധാന നായിക ലാലേട്ടൻ്റെ മീനയാണ്. അതിലാണ് തോന്നുന്നത് ലാലേട്ടനും മീനയും ആദ്യമായിട്ട് ഒന്നിക്കുന്നതൊക്കെ. പിന്നീടാണ് ആ ഒരു ഹിറ്റ് കോംബോ തുടർന്ന് കുറേ സിനിമകൾ, ഇപ്പോൾ ബ്രോഡാഡി വരെയുള്ള സിനിമകൾ നമ്മൾ കണ്ടു. അപ്പോൾ ആ സിനിമയിൽ ദിവ്യ ഉണ്ണി കല്യാണം കഴിക്കുന്ന ഒരു പോളച്ചൻ എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട മീൻസ് വളരെ നിഷ്കളങ്കനായ ഒരു കഥാപാത്രം, അത് ദിലീപാണ് ചെയ്തത്. അത് വലിയൊരു ത്രൂ ഔട്ട് വേഷമൊന്നുമല്ല, പക്ഷെ നല്ലൊരു വേഷമൊന്നും, ഭയങ്കര ഒരു എന്താ പറയുക, പ്രേക്ഷകരുടെ സിമ്പതി പറ്റിപ്പിടിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. അപ്പോൾ അതിൽ അത്യാവശ്യം ഇവർ തമ്മിൽ കോമ്പിനേഷൻ അധികം സീൻസ് ഒന്നും ഇല്ലെങ്കിലും ഉണ്ട്, ഇവർ ഒരുമിച്ച് ഫ്രെയിമിൽ വരുന്നൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ സിനിമ കണ്ടിട്ട് കുറച്ച് കാലമായി. എന്തായാലും വർണ്ണപ്പകിട്ടിലാണ് ഇവർ രണ്ടുപേരും നമ്മൾ ഒരുമിച്ച് ഒന്ന് ശരിക്കും സ്ക്രീനിൽ ആദ്യമായിട്ട് കണ്ടത്. പിന്നീട് നമുക്കറിയാം ദിലീപ് പഞ്ചാബി യൂസും ജോക്കറും ഡാർലിംഗ് തെങ്കാശിപ്പട്ടണം പോലത്തെ സിനിമകളിലൂടെയൊക്കെ അദ്ദേഹം ഒരു മുൻനിര നായകനായിട്ട് മാറുന്നു. അപ്പുറത്ത് ലാലേട്ടൻ സൂപ്പർ സ്റ്റാറായിട്ട് തന്നെ തിളങ്ങി നിൽക്കുന്നു. പിന്നെ അവർ രണ്ടുപേരെയും വീണ്ടും ഒന്നിപ്പിച്ചത് കമൽ ലോഹിദാസ് കൂട്ടുകെട്ടുള്ള സിനിമയായിരുന്നു ചക്രം. പക്ഷെ നമുക്കറിയാം ആ സിനിമ തുടങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷം 10 ദിവസം ഷൂട്ട് ചെയ്ത ശേഷം ആ സിനിമ ഷൂട്ടിംഗ് നിന്നു. ആ സിനിമ പിന്നെ ഡ്രോപ്പായി. അതേ കഥ പിന്നീട് ലോഹിദാസ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജിനെയും നമ്മുടെ നൂലുണ്ട വിജീഷിനെയും വെച്ചിട്ടാണ് ആ ഒരു സിനിമ ചെയ്തത്. അപ്പോൾ നമുക്ക് ദിലീപ് മോഹൻലാലിനെ അന്ന് ഒരുമിച്ച് കാണാമായിരുന്നു, ശരിക്കത് അന്ന് സംഭവിച്ചില്ല. പിന്നെയും ഈ പറഞ്ഞ പോലെ തന്നെ കാലം കടന്നുപോയി, കുറേ വർഷങ്ങൾ, ഒരു വലിയൊരു ഇടവേള കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2020 എന്ന് പറയുന്ന സിനിമയിൽ, ആ ഒരു സിനിമയിൽ എല്ലാവരും ഉണ്ട്.
പക്ഷേ 2020 ഒരു ചേട്ടനനിയൻ എന്ന് പറയുന്ന ആ ഒരു കോംബോ നമുക്കറിയാം. ദിലീപ് മോഹൻലാൽ ആ ഒരു കൂട്ടുകെട്ടിലെ നമ്മൾ ഇന്നും ഓർക്കുന്ന കുറേ രസകരമായിട്ട് സീനുകൾ, വളരെ കുറച്ച് സീൻസ് ഉള്ളെങ്കിലും നല്ലൊരു കെമിസ്ട്രി അവർ തമ്മിൽ വർക്കൗട്ട് ആയിട്ടുണ്ടാകും ആ സിനിമയും കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് പിന്നെ അധികം ഇടവേള വന്നില്ല. 2011 ചൈന ടൗൺ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇതേപോലെ തന്നെ അവർ ഒരുമിച്ചു. അതിൽ ഈ പറഞ്ഞ പോലെ മോഹൻലാൽ, ജയറാം, ദിലീപ് ഇവർ 3 പേരും ഒരുമിച്ച്, എനിക്കൊണ്ട് ആ സിനിമയിൽ ത്രൂ ഔട്ട് 80% സീൻസിലും ഇവർ 3 പേരും ഒരുമിച്ചിട്ട് അതിൽ അത്യാവശ്യം നല്ല രസമായിട്ട് പ്രേക്ഷകർ എൻജോയ് ചെയ്താണ് അവരുടെ കോമഡിയും കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്കൂടെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന് പറഞ്ഞൊരു സിനിമയിൽ അതിൽ പക്ഷേ അത് നമുക്ക് ഇവർ ഒരുമിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൽ മോഹൻലാലായിട്ടും ദിലീപായിട്ടും അഭിനയിച്ചത് നമുക്കറിയാം. മാത്തുക്കുട്ടി എന്ന് പറയുന്ന മമ്മൂട്ടി ചെയ്ത കഥാപാത്രം ഒരു അമ്മയുടെ സ്റ്റേജ് ഷോൻ്റെ റിഹേഴ്സൽ നടക്കുന്ന അവിടെ വന്ന് ഇവരെയൊക്കെ താരങ്ങളെ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൽ ഒന്നിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചൈന ടൗൺ ആണ് എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ഇവരുടെ ഒരു കോംബോയിലേറ്റവും എനിക്ക് പ്രിയപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവർ രണ്ടുപേരും നമുക്കറിയാം ഒന്നിച്ച വളരെ വിരലെണ്ണാവുന്ന സിനിമകളേ ഉള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞു വേറെ സിനിമകളൊന്നും എൻ്റെ അറിവിലില്ല. ഇനി എന്തെങ്കിലും ഞാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇനിയിപ്പോൾ ഉടനെ ഇറങ്ങാൻ പോകുന്ന ഡിസംബറിൽ ഇറങ്ങാൻ പോകുന്ന ബബ്ബ തന്നെയാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ എല്ലാ സിനിമകളിലും കാട്ടും എന്താ പറയുക അതിനപ്പം എല്ലാത്തിനെയും കടത്തി വെട്ടുന്ന ഒരു സിനിമയാവട്ടെ, കടത്തി വെട്ടുന്ന ഇവരുടെ ഒരു കോംബോ ആവട്ടെ. എന്തായാലും ഞാൻ അതിന് വെയിറ്റിംഗ് ആണ്. നമ്മളെല്ലാവരും അത് നിങ്ങളൊക്കെ വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. നമുക്ക് ഡിസംബറിൽ ആ സിനിമ കണ്ടിട്ട് നമുക്ക് ഇനി വീണ്ടും ഇതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം.